ഹായ് ഓൾ എവിടെ സാറാണ് നമ്മൾ നോക്കാനുള്ളത് മോഡൽസ് ഓഫ് സെക്യുലറിസം ആണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാനുള്ളത്. ഇവിടെ നമുക്ക് വെസ്റ്റേൺ മോഡലും അതുപോലെ ഇന്ത്യൻ മോഡലാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇവിടെ നമ്മൾ ഫസ്റ്റ് വെസ്റ്റേൺ മോഡലിലേക്ക് പോകുമ്പോൾ ഇവിടെ നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റും സ്റ്റേറ്റ് ആൻഡ് റിലീജിയൻ വിത്ഡ്രോ ഫ്രം ഇന്റർഫറൻസ്. അതായത് ഈ പറയുന്ന സ്റ്റേറ്റ് റിലീജിയൻ ആയിട്ടുള്ള കാര്യങ്ങളിൽ ഇടപെടുന്നില്ല, റിലീജിയൻസ് തിരിച്ചും എന്ത് ചെയ്യണം, സ്റ്റേറ്റിന്റെ കാര്യങ്ങളിൽ ഇടപെടുന്നില്ല, കൃത്യമായിട്ടുള്ള ഒരു ഡിസ്റ്റൻസ് എന്ത് ചെയ്യുന്നുണ്ട്, കീപ്പ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇന്ത്യൻ സെക്യുലറിസത്തിലേക്ക് നമ്മൾ വരുമ്പോൾ സ്റ്റേറ്റ് ഇന്റർഫറൻസ് ഓൺ റിലീജിയസ് ബേസ്ഡ് ഓൺ സം പ്രിൻസിപ്പിൾസ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇപ്പോൾ അൺടച്ചബിലിറ്റി നമ്മൾ പ്രൊഹിബിറ്റ് ചെയ്തു, അല്ലെങ്കിൽ ചില കേസസിൽ സ്റ്റേറ്റ് എന്ത് ചെയ്യാറുണ്ട്, റിലീജിയസ് ആയിട്ടുള്ള കാര്യങ്ങളിൽ ഇടപെടുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇനി ഇവിടെ നമ്മൾ പറയുന്നുണ്ട് ഇൻഡിവിജ്വൽസിന്റെ റൈറ്റ്സിനുമാണ് വെസ്റ്റേൺ സെക്യുലറിസം പ്രയോറിറ്റി കൊടുക്കുന്നത് അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നെങ്കിൽ നമ്മൾ ഇന്ത്യയിലേക്ക് വരുന്ന സമയത്ത് റിലീജിയസ് കമ്മ്യൂണിറ്റി ഇൻഡിവിജ്വൽസിനും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്, അതേപോലെ തന്നെ റിലീജിയസ് കമ്മ്യൂണിറ്റീസിനും മോർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇനി ഇവിടെ നമ്മൾ പറയുന്നുണ്ട് റിലീജിയസ് വിത്തിൻ ദ റിലീജിയസ് ഗ്രൂപ്പ് ആണ് ഇക്വാലിറ്റി എൻഷൂർ ചെയ്യുന്നതെങ്കിൽ നമ്മളിവിടെ പറയാവുന്നത് ബിറ്റ്വീൻ ദ റിലീജിയസ് ഗ്രൂപ്പ്സ് ആണ് ഇന്ത്യൻ സെക്യുലറിസത്തിലേക്ക് വരുമ്പോൾ എന്ത് ചെയ്യുന്നത്, അവിടെ ഇക്വാലിറ്റി എൻഷൂർ ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇവിടെ നമ്മൾ കൃത്യമായിട്ടും കാണാൻ പറ്റും കമ്മ്യൂണിറ്റി ബേസ്ഡ് റൈറ്റ്സ് എവിടെ ഇല്ല, വെസ്റ്റേൺ സെക്യുലറിസത്തിൽ ഇല്ലെങ്കിൽ ഇന്ത്യയിൽ നമുക്ക് കാണാൻ പറ്റുന്നത് കമ്മ്യൂണിറ്റി ബേസ്ഡ് റൈറ്റ്സിന് മോർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ റിലീജിയസ് റീഫോർമേഷൻ ഒരു രീതിയിലും സ്റ്റേറ്റ് ഇനീഷ്യേറ്റീവ്സ് എടുക്കുന്നില്ല, സപ്പോർട്ട് ചെയ്യുന്നില്ല വെസ്റ്റേൺ സെക്യുലറിസത്തിലേക്ക്. പക്ഷെ ഇന്ത്യൻ സെക്യുലറിസത്തിലേക്ക് വരുമ്പോൾ റിലീജിയസ് ആയിട്ടുള്ള റീഫോം ചെയ്യേണ്ട ഏരിയാസിൽ അത്യാവശ്യം പ്രൊമോട്ട് ചെയ്യാനും അത്യാവശ്യം റിലീജിയസ് റീഫോർമേഷൻ ആവശ്യമായിട്ടുള്ള സപ്പോർട്ട് ചെയ്യാനും ആരും വില്ലിങ് ആവുന്നുണ്ട്, സ്റ്റേറ്റ് വില്ലിങ് ആവുന്നുണ്ട്, അല്ലെങ്കിൽ അതിന് സ്റ്റേറ്റ് തന്നെ ഇനീഷ്യേറ്റീവ് കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇനി ഇവിടെ പറയുന്നുണ്ട് സ്റ്റേറ്റ് ഒരു കാരണവശാലും ഫിനാൻഷ്യൽ അസിസ്റ്റ് ഒരു റിലീജിയൻ നടത്തുന്നില്ല. പക്ഷെ നമ്മുടെ ഇന്ത്യയിലേക്ക് വരുമ്പോൾ റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന് സ്റ്റേറ്റ് എന്ത് ചെയ്യുന്നുണ്ട്, ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് നടത്തുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് വാട്ട് ആർ ദ ഡിഫറൻസ് ബിറ്റ്വീൻ വെസ്റ്റേൺ സെക്യുലറിസം ആൻഡ് ഇന്ത്യൻ സെക്യുലറിസം എന്നുള്ളത്. കാരണം നമ്മൾ സെക്യുലറിസം എന്നുള്ള ഈ ഒരു കോൺസെപ്റ്റ് അഡോപ്റ്റ് ചെയ്തിട്ടുള്ളത് വെച്ചാണെങ്കിൽ നമ്മൾ ഇന്ത്യയിലേക്ക് വരുമ്പോൾ ഇന്ത്യയുടെ സിറ്റുവേഷൻ അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, അതിനെ മൗൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നമ്മുടെ എല്ലാ ചാപ്റ്റേഴ്സിലും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക് വരും ഇനി ഞാൻ വരുന്നതാണ്. അപ്പോൾ തൽക്കാലം ഈ ഒരു സെഷനോട് വൈൻഡ് അപ്പ് ചെയ്യാണ്. താങ്ക് യു ഓൾ, ബൈ.